നിങ്ങളൊരു 18-നും 30-നും ഇടയിൽ ഏജുള്ളവരാണോ? എങ്കിൽ നിങ്ങളോടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ലൈഫിലെ മനോഹരമായൊരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതുവരെയുള്ള ലൈഫിൽ നിന്നും വളരെ വ്യത്യസ്തമായി നിങ്ങൾ പല കാര്യങ്ങളും അനുഭവിക്കുന്നുണ്ടായിരിക്കാം. 18-നും 30-നും ഇടയിൽ പ്രായമുള്ളവർ നന്നായി അടിച്ചു പൊളിച്ച് നടക്കേണ്ട ഒരു സമയമാണല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ ജീവിതത്തിൽ നിന്നും ഒരുപാട് അനുഭവങ്ങളും പഠിച്ചിട്ടുണ്ടാവുമല്ലേ. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായില്ലേ, തെറ്റുകൾ ചെയ്യുന്നവരല്ല, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരെയാണ് ഇന്ന് സമൂഹം ഒറ്റപ്പെടുത്തുന്നത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ വെച്ചോളൂ. നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഇതല്ല, ഇതിനേക്കാളും പ്രധാനമായ മറ്റൊരു കാര്യമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. പഠിത്തമൊക്കെ കഴിഞ്ഞ് ജോലി അന്വേഷിച്ചുള്ള ഒരു നടപ്പിലാണല്ലേ നിങ്ങൾ. ഇനി ജോലി ചെയ്യുന്നവരാണെന്ന് തന്നെ വിചാരിക്കട്ടെ. എങ്കിൽ നിങ്ങൾ ആ ജോലിയിൽ 100% സംതൃപ്തനാണോ? ഒരു 90% ആൾക്കാർക്ക് മുകളിലും ചാൻസ് കുറവാണ്. പല കാര്യങ്ങൾ കൊണ്ടും നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ സംതൃപ്തനല്ലായിരിക്കാം. ചിലപ്പോൾ സാലറി ആയിരിക്കും കാരണം, അല്ലെങ്കിൽ ശകാരമായിരിക്കാം. നമ്മളെ ആരും കൺട്രോൾ ചെയ്യുന്നത് നമുക്കാർക്കും അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. എങ്കിലും ജോലിയുടെ ഭാഗമല്ലേ എന്ന് വെച്ച് നമ്മളൊക്കെ സഹിച്ചും പുറത്തും കഴിയുകയാണല്ലേ. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, നമ്മൾ അവർക്കൊരു അടിമപ്പണി എടുക്കുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. എല്ലായിടത്തില്ലെങ്കിലും ചില സ്ഥലങ്ങളിലൊക്കെ ജോലിക്കാർക്ക് അവർക്ക് വേണ്ട ബഹുമാനം കിട്ടുന്നില്ല. സാലറിയുടെ കാര്യത്തിലാണെങ്കിലോ ലക്ഷങ്ങൾ മുടക്കിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഓരോ കോഴ്സ് പഠിച്ചിറങ്ങുന്നത്. എന്നാൽ നമുക്ക് ലഭിക്കുന്ന സാലറിയോ 18,000, 20,000 എന്നിങ്ങനെ തുച്ഛമായ ശമ്പളമാണല്ലേ. നമുക്ക് 20,000 രൂപ സാലറി കിട്ടുന്ന മാസം 25,000 നമുക്ക് കടമായിരിക്കും. എല്ലാം തീർത്ത് വരുമ്പോൾ ആ മാസം വീണ്ടും 5,000 രൂപ കടമായി. ഇങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങൾ കൊണ്ടാണ് പലരും ഇന്ന് അബ്രോഡൊക്കെ പോയി ജോലി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. അവിടെയുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊന്നും ഇന്ത്യയിൽ ഇപ്പോൾ ലഭ്യമാകുന്നില്ല. ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ, എന്നും ജോലിക്കാരനായിരിക്കാൻ തന്നെയാണോ നിങ്ങളുടെ ആഗ്രഹം? എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു. ആഴ്ചയിൽ ഒരു ദിവസമാണ് ലീവ്, അന്നാണെങ്കിലോ ജോലിയുടെ ക്ഷീണം കാരണം ഉറക്കവും. പലരും ജോലിക്ക് പോകുന്നത് മനസ്സില്ലാ മനസ്സോടെ ആയിരിക്കാം. കുടുംബത്തെ ഓർത്തും തങ്ങളുടെ കാര്യങ്ങളെ ഓർത്തുമൊക്കെയാണ് പലരും ഇന്ന് ജോലിക്ക് പോകുന്നത്. എന്നാൽ തങ്ങൾ ആഗ്രഹിക്കുന്ന പരിഗണന ലഭിക്കുന്നില്ലെന്ന് മാത്രമല്ല, വേണ്ടത്ര സാലറിയും ലഭിക്കുന്നില്ല. ഇന്നത്തെ സമൂഹം നമ്മളെ വിലയിരുത്തുന്നത് പണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. എവിടെയും ആദ്യം വരുന്ന ചോദ്യം നിൻ്റെ കയ്യിൽ എത്ര പണമുണ്ട് എന്നുള്ളതാണ്. ദിവസവും ഇങ്ങനെ ജോലിക്ക് പോയതുകൊണ്ട് മാത്രം പണക്കാരനാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്തുകൊണ്ട് നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങിക്കൂടാ?